ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് തന്നെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ലഡുവാണ് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാനും നമ്മുടെ പ്രായത്തെ കുറക്കാനും നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ക്രമീകരിക്കാനും നമ്മുടെ കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും എല്ലാം കൊണ്ടും ഗുണകരമായ ഒന്ന് തന്നെയാണ് ഈ ഒരു ഹെൽത്തി ലഡു. ഇനിയിപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലൊരു 2 ലഡു അത്താഴത്തിന് പകരമായിട്ട് കഴിക്കുവാണെങ്കിൽ നിങ്ങളുടെ ശരീരാരോഗ്യം വളരെ തന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതുമാണ്. എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലഡുവാണ്. നമുക്കിത് 2-3 ദിവസം പുറത്തേക്ക് വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. മലയാളികളായ നാം എല്ലാവരും വൈകിട്ടത്തെ ഒരു ചായക്ക് ഒരു സ്നാക്കൊക്കെ കഴിക്കുന്ന ഒരു പതിവുണ്ട്. ഇനിയിപ്പോൾ എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലൊരു ഹെൽത്തി ലഡു തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ നമ്മുടെ വയറൊക്കെ പെട്ടെന്ന് തന്നെ നിറയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാനും നല്ലൊരു ഹെൽത്തി ലഡു തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലഡു തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഹെൽത്തി ലഡു തയ്യാറാക്കാനും വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് ചേരുവകൾ എടുത്ത് വയ്ക്കണം. ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1/4 കപ്പോളം ബദാം പരിപ്പാണ്. ഇതൊരു 180 മില്ലി അളവാണ് ഞാനിവിടെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. ബദാം പരിപ്പ് പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പംകിൻ സീഡാണ്. ഈ ഒരു സീഡും നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അതിനുശേഷം അതേ അളവിൽ തന്നെ സൺഫ്ലവർ സീഡാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എള്ളാണ്. എള്ളെടുക്കുമ്പോൾ കറുത്തതോ വെളുത്തതോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. എള്ളും പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡും ഈ ഒരു അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇത് ചിയാ സീഡാണ്. ചിയാ സീഡും ഈ ഒരു അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്കിതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. ഇത്രയും സീഡൊക്കെ പാത്രത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഈത്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 400 ഗ്രാം അളവിലാണ് ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. ഈ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. നിങ്ങൾ കുറച്ചളവാണ് ചെയ്യുന്നതെങ്കിൽ ഇത്രയും ഈത്തപ്പഴത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെല്ലാം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം സിമ്മിൽ വെച്ച് വേണം നമുക്കിതുപോലെ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ പാൻ്റെ ചൂട് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മളിന്ന് തയ്യാറാക്കുന്ന ഈ ഒരു ഹെൽത്തി ലഡുവിന് ഒരുപാട് ഗുണങ്ങളേറെയാണ്. പോഷക ഗുണങ്ങളേറെ അടങ്ങിയിട്ടുള്ള ബദാം പരിപ്പ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിനും തലമുടിക്കും കണ്ണിനും തലമുടി വളർച്ചയ്ക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചുളിവുകൾ അകറ്റാനും യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു. ഇനിയിപ്പോൾ മത്തങ്ങ കുരുവിനാവട്ടെ ഇതിൽ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പിനെ തടയാനും നമ്മുടെ സ്കിന്നിനെ നല്ല ഫ്രഷ് ആയിട്ട് നിലനിർത്താനും സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ചുളിവുകൾ അകറ്റാനും നമ്മുടെ മുടിക്ക് നല്ല തിളക്കമൊക്കെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സൺഫ്ലവർ സീഡിലാവട്ടെ ധാരാളം വൈറ്റമിൻ എ, വൈറ്റമിൻ B6, വൈറ്റമിൻ ഇയും അയേണും ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ചിയാ സീഡ്സിനാണെങ്കിലും നമ്മുടെ തലമുടിക്ക് നല്ല തിളക്കം നൽകാൻ സഹായിക്കുന്നു. തലയോട്ടിയിൽ വരുന്ന ഡ്രൈനസ് മാറ്റുന്നതിനും താരൻ അകറ്റുന്നതിനും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും സഹായിക്കുന്നു. omega-3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു ഫ്ലാക്സ് സീഡ്. നമ്മുടെ സ്കിന്നിനും കരളിനും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചില് തടിപ്പുകള് ഇതെല്ലാം കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. എള്ളിന്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നാച്ചുറൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഒന്നാണ് എള്ള്. നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും മസിലുകളുടെ വളർച്ചയ്ക്കും വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈന്തപ്പഴത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അയണിന്റെ കലവറ തന്നെയാണ് ഈന്തപ്പഴം. ഈന്തപ്പഴത്തിൽ കൂടുതൽ അളവിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. കൂടെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ എ അടങ്ങിയ ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ചൂടാറി വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. പാനിൽ തന്നെയാണ് ചൂടാറാൻ വെച്ച് കൊടുക്കുന്നതെങ്കിൽ ചൂടാറി കിട്ടുന്നത് വരെയും നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സീഡ്സിന്റെ ചൂടെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. നമുക്കിതിനെ 2 തവണകൾ കൊണ്ടാണ് പൊടിച്ചെടുക്കാൻ പറ്റുക. ഇനിയിപ്പോൾ പൊടിച്ചെടുത്ത പൊടിയെ മറ്റൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുന്നുണ്ട്.
ഇപ്പോൾ ഇതെല്ലാം പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈത്തപ്പഴവും നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈത്തപ്പഴവും ഈ ഒരു പൊടിച്ച പൊടിയിലേക്കാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങളെടുക്കുന്ന സീഡ്സിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം ഇതിലേക്ക് ചേർക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ അളവും. ഡയബറ്റിക് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാനാണെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ അളവുകൾ കുറച്ച് വേണം ചെയ്തെടുക്കാനായിട്ടും. ഇപ്പോൾ നല്ലതുപോലെ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയും കൂടി എടുക്കുന്നുണ്ട്. കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ നല്ല ഷേപ്പോടുകൂടി തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉരുട്ടിയെടുത്ത ലഡു ഞാനൊരു പാത്രത്തിലേക്ക് കൂടെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്കിതുപോലെ തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യൊക്കെ ചേർത്തിട്ട് വേണം തയ്യാറാക്കാനായിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസോ ബദാം പരിപ്പോ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഉണ്ടയെല്ലാം ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. വളരെ പോഷകങ്ങൾ നിറഞ്ഞ നല്ലൊരു ലഡുവാണ്. എല്ലാവരും തയ്യാറാക്കി കഴിക്കണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നിറഞ്ഞ നല്ലൊരു ലഡുവാണ്. ദിവസം 2 എണ്ണമെങ്കിലും കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണേ. അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കും നിത്യവും അത്താഴത്തിന് പകരമായിട്ട് ഇതുപോലൊരു 2 ലഡു കഴിച്ച് കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നല്ലപോലെ തന്നെ നിറയുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും യൂസ്ഫുൾ വീഡിയോ ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ലഡു. എല്ലാവർക്കും ഒരുപോലെ തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ ഒരു ലഡു ഞാൻ കാണിച്ച അളവിനേക്കാളും കുറച്ചാണ് തയ്യാറാക്കുന്നതെങ്കിൽ എടുക്കുന്ന ചേരുവകളെല്ലാം തന്നെയും കറക്റ്റ് പാകത്തിലായിരിക്കണം. മധുരം കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ ഈന്തപ്പഴത്തിന്റെ അളവും കൂട്ടി വേണം എടുക്കാനായിട്ടും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് കളർഫുള്ളാക്കി കൊടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയൊക്കെ വെച്ച് കൊടുത്ത് നല്ല സെറ്റ് ചെയ്തും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും